അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളൊക്കെ ഉള്ള ഒരു സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു പെണ്ണിനിക്ക് ഖൈറായത് എന്താണ്? ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഉണ്ടാകേണ്ട ഖൈറായ ഒരു കാര്യം എന്താണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അങ്ങനെ സ്വഹാബാക്കളൊക്കെ മുത്തുനബി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു തൃപ്തികരമായൊരു മറുപടിയൊന്നും ആർക്ക് പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല മുത്തുനബി പറഞ്ഞു, അതൊന്നുമല്ല. ഒരു പെണ്ണിനിക്ക് വളരെ ഗൗരവമായിട്ട് ഉണ്ടാകേണ്ട ഒരു വിഷയം എന്താണ്, അത് മറുപടി പറയുക എന്ന് പറഞ്ഞപ്പോൾ ആരും വേണ്ടതുപോലെ ആ മറുപടി പറഞ്ഞില്ല. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി മുത്തുനബിയുടെ മകളായ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് മുത്തുനബി ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു. ആർക്കും വേണ്ടതുപോലെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. മുത്തുനബിയും അത് മറുപടി പറഞ്ഞില്ല. നമ്മളോട് ചോദ്യം ഇട്ട് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് അലിയാറോട് പറയാണ്, അലി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാണ്, നിങ്ങൾ എന്തേ അതിന് മറുപടി പറയാത്തത്, അതിലേക്കുള്ള മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, ഒരു പെണ്ണിനിക്ക് ഏറ്റവും വലിയ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവള് ഒരു അന്യ പെണ്ണിനെ കാണാതിരിക്കുകയും അന്യ പെണ്ണ് ഇവളെ കാണാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയാണ് ഒരു പെണ്ണിനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഖൈറായ കാര്യമെന്ന്. അങ്ങനെ ഉണ്ടായാലേ അവൾ ജീവിതത്തിൽ ഒരു ഫിത്നയും ഉണ്ടാകില്ല. അവൾ നല്ലൊരു ഉന്നതിയായ പെണ്ണാണ്. അതാണ് ഒരു പെണ്ണിനിക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. അവൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും നോമ്പ് പിടിക്കുന്നതിനേക്കാളും ഖുർആൻ ഓതുന്നതിനേക്കാളും മറ്റുള്ള എല്ലാ ഇബാദത്തിനേക്കാളും ആദ്യമായിട്ടൊരു പെണ്ണിനിക്കുണ്ടാകേണ്ടത് അതേ അവളൊരു അന്യ പെണ്ണിനെ കാണാനും പാടില്ല, മറ്റൊരു അന്യ ആണ് ഇങ്ങോട്ട് കാണാനുള്ള അവസരം അവൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞ ഈ മറുപടി അലി റളിയല്ലാഹു അൻഹുക്കും വല്ലാത്ത ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം മുത്തുനബിയുടെ സദസ്സിൽ പോയി അലിയാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വളരെ ആവേശത്തോടു കൂടെ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ഇന്നലെ ചോദിച്ച ചോദ്യത്തിലേക്ക് മറുപടി ഇതാണ് നബിയെ. അതേ, ഒരു പെണ്ണ് അവൾ അന്യ പെണ്ണിനെ കാണാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല, അവളെ കാണാനുള്ള അവസരം ആണുങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. ആ രീതി ഒരു പെണ്ണ് ജീവിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, അതാണ് ഞാൻ ചോദിച്ചതിൻ്റെ താല്പര്യം. എന്നിട്ട് മുത്തുനബിയോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആവേശത്തോടു കൂടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഭാര്യയായ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമയാണെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി വല്ലാത്ത സന്തോഷിച്ചു. എൻ്റെ മകൾ വല്ലാത്തൊരു മകളാണെന്ന് പറഞ്ഞ് അവിടുന്ന് സ്വഹാബാക്കളോട് കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് അവിടെ പറയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഒരു പെണ്ണിനിക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ അമലിനേക്കാളും എല്ലാ ഇബാദത്തിനേക്കാളും ആദ്യമായിട്ടുണ്ടാകേണ്ടത് ഈ ഫാത്തിമ ബീവി പറഞ്ഞ ഈ മറുപടിയാണ്. മുത്തുനബി ഉദ്ദേശിച്ച ഈ മറുപടിയാണ്. അവൾ ആരെയും അന്യ പെണ്ണുങ്ങളെ കാണുന്നവർ അവസരം അവൾക്കുണ്ടാകാൻ പാടില്ല, അവളെ ഇങ്ങോട്ട് കാണുന്ന അവസരം അവൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല. അങ്ങനെ ജീവിക്കുകയാണ് ഒരു മുഅ്മിനത്തായ പെണ്ണ്, ഖൈറായ പെണ്ണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പെണ്ണ് ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.